ടൈഡൽ എനർജി, ടൈഡൽ പവർ, ടൈഡൽ പവർ പ്ലാന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ ടൈഡൽ എനർജി എന്ന് പറഞ്ഞാൽ എന്നാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേലിയേറ്റം വേലിയിറക്കം എന്ന് കേട്ടിട്ടുണ്ടോ? വേലിയേറ്റം വേലിയർ, അഭിരാമി എസ്. വേലിയേറ്റം വേലിയിറക്കം കടലില് അതെന്നാ സാധനം? അതായത് നമ്മൾ പറയുന്ന സൂര്യഗ്രഹണം അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണം അല്ലേ, അങ്ങനെയുള്ള സമയത്ത് വളരെ വലിയ തിരമാലകൾ കടലിൽ ഫോം ചെയ്യും. അപ്പം ഇതാണ് നമ്മളുടെ സീ ലെവൽ എന്നിരിക്കട്ടെ. സീ ലെവലിൽ ഇങ്ങനെ ശാന്തമായി കടലായിരിക്കുന്ന അവസ്ഥയിൽ ഈ പറയുന്നത് പോലെ ഭൂമിയും ചന്ദ്രനും മൂണും അല്ലെങ്കിൽ സൂര്യനും, ശരിക്കും പറഞ്ഞാൽ ടൈഡ് ഉണ്ടാകുന്നത് ദാറ്റ് ഈസ് ഡ്യൂ ടു ദ അട്രാക്ഷൻ ഓഫ് മൂൺ ആൻഡ് ദി എർത്ത്. സോളാർ സിസ്റ്റത്തിലല്ലേ നമുക്ക് ചുറ്റുമുള്ള ഈ മൂണിന്റെ അട്രാക്ഷൻ മൂലമാണ് സീ ലെവലിൽ നിന്ന് വളരെ ലാർജ് ആയിട്ടുള്ള ടൈഡൽ ഓർ വേലിയേറ്റം വേവുകൾ ഉണ്ടാകുന്നത്. നോക്കി, വളരെ ഉയരത്തിൽ ഈ സമയത്ത് വേവ് അല്ലെങ്കിൽ തിരമാലകൾ ഉയരും. അല്ലാത്ത സമയത്തിൽ നോർമലായിട്ട് ഇങ്ങനെ വേവുകൾ പോകും. സാധാരണ തിരമാലകൾ പ്രഷർ വേരിയേഷൻ മൂലം അല്ലെങ്കിൽ കടൽക്കാറ്റും കരക്കാറ്റും മൂലം ഇങ്ങനെ സാധാരണ തിരമാല ഉണ്ടാകും. ബട്ട് ഇൻ ടൈംസ് ഓഫ് ഡ്യൂ ടു ദ അട്രാക്ഷൻ ഓഫ് മൂൺ, due to the attraction of moon, large tide or periodic rise in sea water wave അല്ലേ, പീരിയോഡിക് ആയിട്ട് വലിയ വേവുകൾ ഉണ്ടാവും. അപ്പൊ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിനെ നമുക്ക് സ്റ്റോർ ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പം ഈ സീ ലെവലിൽ താഴെ അല്ലെങ്കിൽ ഈ മീൻ ലെവലിൽ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ടൈഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എബ് ടൈഡ്സ്. ഇങ്ങനെയുള്ള വാക്കുകൾ നമുക്ക് ആൻസർ എഴുതാൻ വേണം. EBB, എപ്റ്റൈഡ്സ്. ഈ വളരെ ഉയരത്തിൽ നമുക്ക് കിട്ടുന്നതാണ് ഫ്ലഡ് ടൈഡ്സ്. ഫ്ലഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെള്ളപ്പൊക്കം, അല്ലെ വളരെ ഉയരത്തിൽ കരയിലേക്ക് അടിച്ചു കയറുന്ന ഈ തിരമാലകളെയാണ് നമ്മൾ ഫ്ലഡ് ടൈഡ്സ് എന്ന് പറയുന്നത്. അപ്പം ടൈഡൽ എനർജി അല്ലെ ടൈഡൽ പവർ എന്ന് പറഞ്ഞാൽ we can define it as tide is a periodic rise and fall of the water level of the sea, and it is occur due to the attraction of sea water by the moon. അപ്പം ഇങ്ങനെ വളരെ ഉയരത്തിൽ ഉയർന്നു പൊങ്ങിയ വേവുകളെ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്നൊരു ബേസിൻ എന്ന് പറയും. BASIN. ബേസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ തടം എന്നൊക്കെ പറയും. നമ്മളിപ്പം സാധാരണ നാട്ടിൽ അല്ലെങ്കിൽ ഈ കൃഷി ചെയ്യുന്ന നെൽവയലത്തിലൊക്കെ ആണെങ്കിൽ വെള്ളം തടയണ കെട്ടി നിർത്തും എന്ന് പറയും. അതാണ് ഈ ബേസിൻ എന്ന് പറയുന്ന സാധനം. അപ്പം നമ്മൾ എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ ലാർജ് ഭിത്തി ഉണ്ടാക്കിയിട്ട് ഉയർന്നു വന്ന വേവിനെ, ഉയർന്നു വരുന്ന കടലിൽ നിന്ന് ഉയർന്നു വരുന്ന വേവ് തരുന്ന ഈ വെള്ളത്തിനെ എന്ത് ചെയ്യും? ഇതിനകത്ത് സ്റ്റോർ ചെയ്തു വെക്കും. അപ്പം ഇവിടെ ഒരു വലിയ ഹൈറ്റിൽ നമ്മളൊരു ബേസിൻ ഇങ്ങനെ പണിത് കഴിഞ്ഞാൽ, ഇതിൻ്റെ പേരാണ് ബേസിൻ. ഒരു ബേസിൻ ഇങ്ങനെ പണിത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഫ്ലഡ് ടൈഡ്സ് മൂലം ഇതിനകത്ത് നമുക്കിങ്ങനെ ലാർജ് വാട്ടർ സ്റ്റോർ ചെയ്തിടാൻ പറ്റും.
അപ്പൊ ഈ വേലിയേറ്റത്തിന്റെയും വേലിയിറക്കത്തിന്റെയും സമയത്തെ ഇത് നിറയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ലെ പിന്നെ ഇവിടെയോടെ ഹോൾ കൊടുത്തിട്ട് സാധാരണ എപ്റ്റൈറ്റ്സ് മൂലവും ഇതിനകത്തേക്ക് വെള്ളം കയറ്റാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു സോഴ്സായി, വെള്ളം എപ്പോഴും കിട്ടുന്ന ഒരു സോഴ്സ്. ഇനി എന്നാ ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇവിടെ നമുക്ക് മുകളിലേക്കും താഴേക്കും ഉയർത്താൻ പറ്റുന്ന ഒരു സ്ലൈസ് ഗേറ്റ് അല്ലെങ്കിൽ ഇവിടെ ഒരു ബാരിയേജ് ഉണ്ടാക്കുന്നു. ഇപ്പൊ ഇവിടെ ഒരു നമുക്കറിയാം, ഇപ്പം പൊട്ടൻഷ്യൽ ബാരിയർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പല ടേമുകൾ കേട്ടിട്ടുണ്ട്. ഒരു ബാരിയർ എന്ന് പറഞ്ഞാൽ ഒരു തടസ്സം ഉണ്ടാക്കും, ഇത് തിരിച്ചൊഴുകി അങ്ങോട്ട് പോകാതിരിക്കും. ഇവിടെ ഒരു ബാരിയേജ് ഉണ്ടാക്കും. ഇതിനകത്താണ് നമ്മൾ നമ്മുടെ ജനറേറ്റർ വെക്കണം. അപ്പൊ ഇങ്ങനെ ജനറേറ്റർ ഇവിടെ ഇരിക്കുകയാണ്, അതിന്റെ കറങ്ങുന്ന ലീഫുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നോക്കിയേ, ഇതിനെ ഉയർത്തി കഴിഞ്ഞാൽ കടലിലേക്ക് തിരിച്ച് ഈ വെള്ളം ഒഴുകുമ്പോൾ എന്നാ പറ്റും? ഈ ജനറേറ്ററുകൾ കറങ്ങാൻ പറ്റും. അതൊരു നമ്മൾ ഈ പറയുന്ന പോലെ ഫീൽഡ് കാന്തോ ആർമേച്ചറൊക്കെ ഉള്ള ഒരു ജനറേറ്ററായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം. ആക്ച്വലി ദിസ് ഈസ് ഒരു ഇൻട്രൊഡക്ഷൻ ഫോം ആയിട്ട് നമുക്ക് പറയാം. ഇങ്ങനെയാണ് ശരിക്കും ടൈഡൽ വേവ് അല്ലെങ്കിൽ ടൈഡൽ എനർജി ഉപയോഗിച്ച് കറണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഈ ബേസിനെ സ്റ്റോർ ചെയ്യുന്ന വാട്ടറിന് ലാർജ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. പിന്നെ അത് അങ്ങോട്ട് ഒഴുകി തിരിച്ചു ചെല്ലുമ്പോൾ അതിനൊരു കൈനറ്റിക് എനർജി ഉണ്ടാവും. ആ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും മൂലം ദിസ് ടർബൈൻ വിൽ റൊട്ടേറ്റ്. ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും അല്ലെങ്കിൽ കറങ്ങും. അപ്പൊ ടർബൈൻ ഈസ് കണക്റ്റഡ് ടു ജനറേറ്റർ. ദിസ് ജനറേറ്റർ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. ഇത്രയും പോയിന്റുകളൊക്കെ അറിഞ്ഞാൽ നമുക്കൊരു ഫിഗർ ഒക്കെ കൊണ്ട് റെപ്രസെന്റ് ചെയ്ത് ആൻസർ നന്നായിട്ട് എഴുതാം. അപ്പൊ നമുക്ക് സിയില് കടല്, ശരിക്കും പറഞ്ഞാൽ കടലും നദിയും ചേരുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയാണ് ഈ സാധനം കൂടുതൽ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പം. എന്നാ വെച്ചാല് ഒരു കടൽ വാസ്റ്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ അതിനിടയ്ക്ക് പോയി ഭിത്തി കെട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. പക്ഷെ ചിലടത്ത് ഇങ്ങനെ സീ ഇങ്ങനെ വന്നിട്ട് ഇത്രയും കടലായിട്ട് വന്നു വെച്ച് ഇങ്ങനെ നദി വന്ന് കടലിലോട്ട് ചേരുന്ന സ്ഥലങ്ങൾ കാണും. കായലുകള്, നദികൾ ഒഴുകി. ഇത് ഓഷ്യൻ ആയിരിക്കും, അല്ല സമുദ്രമായിരിക്കും, അല്ല സീ ആയിരിക്കും. ഇവിടെ പക്ഷെ നമ്മുടെ റിവറോ അങ്ങനെയുള്ളത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന സ്ഥലം നോക്കിയേ. അപ്പൊ ഇവിടുന്ന് വാട്ടർ ഇങ്ങോട്ട് ഒഴുകുന്നുണ്ട്, ഇവിടുന്ന് തിരമാലകൾ അടിച്ച് ഇങ്ങോട്ട് വരും. ഈ വലിയ വേവുകൾ ഇങ്ങ് വരുമ്പം നമ്മൾ ഇവിടെ വേണം എന്ത് കൺസ്ട്രക്ട് ചെയ്യാൻ? നമ്മളുടെ ബേസിൻ ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ മതി. ഇവിടുന്ന് കുറച്ച് വാട്ടർ നമുക്ക് ബേസിന് കിട്ടും. പിന്നെ ഈ ഹ്യൂജ് ടൈഡ്സ്, ഇവിടെ നിന്നുള്ള ടൈഡുകൾ ഈ ബേസിനകത്തേക്ക് ഇങ്ങനെ വെള്ളം തരും. അപ്പം ഇത് ഈ ബേസിൻ എവിടെ നിർമ്മിക്കുന്നു എന്നനുസരിച്ച് ഇതിനെ ഇപ്പം സിംഗിൾ ബേസിൻ, ഡബിൾ ബേസിൻ എന്നൊക്കെ പറയും. സിംഗിൾ ബേസിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബേസിൻ ഒറ്റ സ്റ്റോറേജിങ് ആയിട്ട് ഉണ്ടാക്കിയിടും. ഇനി രണ്ടായിട്ട് തിരിച്ചു വെച്ച് ഒരിടത്തോടെ കയറും ഒരിടത്തോടെ ഇറങ്ങുവാണെങ്കിൽ എപ്പോഴും ടർബൈൻ കറക്കിക്കൊണ്ടിരിക്കും. അതിനെ ഡബിൾ ബേസിൻ എന്നൊക്കെ പറയും. അപ്പം സിംഗിൾ ബേസിൻ ഉണ്ടാക്കാം, ഡബിൾ ബേസിൻ, അതുപോലെ സിംഗിൾ എൻറ്ററിങ്, ഒരു വശത്തോടെ മാത്രം എൻറ്റർ ചെയ്യും, ഒരു വശത്തോടെ മാത്രം ലീവ് ചെയ്യും. ഇങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്, അല്ലെ പല പല രീതികൾ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് ടൈഡൽ എനർജി അല്ലെങ്കിൽ ടൈഡൽ പവർ പ്ലാന്റ് ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു 2020, 2050 കാലഘട്ടങ്ങളിലൊക്കെ ആകുമ്പോൾ ഈ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സുകൾ വളരെ കുറഞ്ഞു, അല്ലെങ്കിൽ നമ്മളുടെ പെട്രോളിയം, ഡീസൽ, കോൾ അങ്ങനെയുള്ള നോൺ റിന്യൂവബിൾ സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്നാ? നമുക്ക് വീണ്ടും നിർമ്മിക്കാൻ പറ്റാത്തത്. നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജികൾ കുറയും. ആ അവസ്ഥയിൽ നമുക്ക്
റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജീനെ ആശ്രയിക്കേണ്ടി വരും. വി റിക്വയർഡ് റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി. നമുക്ക് സർവൈവ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. വിൻഡ് എനർജി പറ്റും, ഇപ്പം സോളാർ എനർജി പറ്റും, ബയോമാസ് ഓർ ബയോഗ്യാസ് ഒക്കെ ഉള്ള ബയോമാസ് എനർജി പറ്റും. അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഇന്ന് ഒരെണ്ണോട് ആഡ് ചെയ്യുകയാണ് ടൈഡൽ എനർജി. ഈ ടൈഡൽ എനർജിയുടെ ഡെഫിനിഷനാണ് ഞാൻ പറഞ്ഞത്. ഓർ ടൈഡ് ഈസ് എ പീരിയോഡിക് റൈസ്, തുടർച്ചയായ ഇടവേളകൾ, ഈസ് എ പീരിയോഡിക് റൈസ് ആൻഡ് ഫാൾ, ഉയർച്ചയും താഴ്ചയും, റൈസ് ആൻഡ് ഫാൾ ഓഫ് വാട്ടർ ലെവൽ ഓഫ് ദ സീ ഓർ ഓഷ്യൻ. This is due to the attraction of the sea water by the moon. ആ പോയിന്റും കൂടെ എഴുതിയേക്കണം. This is ഇങ്ങോട്ട് എഴുതാം. This is due to the attraction of sea water and moon. അപ്പം ആ ഒരു സമയത്ത് ഈ പറയുന്ന പോലെ സൂര്യഗ്രഹണം അല്ലെ ചന്ദ്രഗ്രഹണം അതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വളരെ ഉയരത്തിൽ തിരമാലകൾ ഉയരും. അതിനെ നമ്മളൊരു ബേസിൻ കെട്ടി, ഒരു തടം കെട്ടി അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ട് അത് ഉപയോഗിച്ച് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഉപയോഗിച്ച് ബേസിൽ നിന്ന് വെള്ളം തിരിച്ചിറക്കി അവിടെ ടർബൈൻ കറക്കിയാണ് നമ്മൾ ടൈഡൽ എനർജി കൊണ്ട് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നത്. വിജയകരമായി വേൾഡിൽ ആദ്യമായിട്ട് ടൈഡൽ പവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഫ്രാൻസിലാണ്. ഇൻ 1965 ഇൻ ഫ്രാൻസ്. നമുക്ക് ഓരോ പോയിന്റുകളായിട്ട് എഴുതാം. The first tidal power plant, it produced 240 megawatt. അതാന്ന് പറയുമ്പോൾ 10⁶ വരും. അത്രയും കപ്പാസിറ്റി ഉള്ള കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ഫ്രാൻസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പം നമുക്കൊരു സീയുടെ ലെവൽ വേണം അല്ലേ? നമുക്ക് കടൽ തീരം വേണം, അത് നദിയുമായി പോയി ജോയിൻ ചെയ്യുന്ന സ്ഥലം വേണം, അവിടെ ഇതുപോലെ വലിയ ബേസിൻ കെട്ടിയിടാൻ പറ്റണം. അങ്ങനെ നമുക്ക് അടുത്തതായി ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സ്യൂട്ടബിലിറ്റി ഓഫ് ദ സൈറ്റ് ഫോർ എ പവർ പ്ലാന്റ്. എങ്ങനെയുള്ള സ്ഥലത്ത് വേണം ഇങ്ങനെ ഒരു പവർ പ്ലാന്റ് സ്ഥാപിക്കാൻ? സോ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് the suitability of the site for tidal power plant. ടൈഡൽ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നിടത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും? ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞില്ലേ മുമ്പേ പറഞ്ഞ പോലെ, നമുക്ക് സയന്റിഫിക് ആയിട്ടുള്ള ഫിസിക്സ് പരമായി വരുന്ന വാക്കുകൾ ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പം ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ദ റേഞ്ച് ഓഫ് ടൈഡ് അല്ലേ? ഒരു സ്ഥലത്ത് കിട്ടുന്ന ടൈഡിന്റെ റേഞ്ച് ഒരു ഫാക്ടറാണ്. ടൈഡിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര ദൂരം വരെയും കിട്ടും എന്നുള്ളതാണ്. നമുക്ക് ഈ ടവറിന്റെ ഒക്കെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടുന്ന് ടൈഡ് ഉണ്ടാക്കിയ ചെറിയ ടൈലയിൽ ഇവിടെ തന്നെ ഇങ്ങനെ ചുമ്മാ നമുക്കൊരു ബേസിനിലേക്ക് കയറ്റി വെള്ളം ഇടണം. നല്ല ഉയർച്ചയുള്ള ടൈഡുകൾ ഉണ്ടാക്കുന്നിടത്ത് കൊണ്ടുപോയി ബേസിൻ വെച്ചിട്ടേ കാര്യം. സോ ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റേഞ്ച് ഓഫ് ദ ടൈഡ് ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്യുവേച്ചർ ഓഫ് ദ ടൈഡ് ഫ്ലോ. ക്യുവേച്ചർ
ഓഫ് ദ ടൈഡ് ഫ്ലോ. ആ വാക്ക് അങ്ങനെ തന്നെ എഴുതണം. ക്യൂബേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈഡ് ഉണ്ടായാൽ അത് എത്രമാത്രം വോളിയം ഓഫ് വാട്ടർ നമുക്ക് തരും ഒരു ടൈഡൽ സൈക്കിളിൽ. ഇപ്പം നമുക്ക് പറയാം, ഒരു ഇന്നിപ്പം വൈകുന്നേരം നമ്മൾ ഈ പറഞ്ഞ പോലെ കടൽ ചുരുക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കടൽ ചുരുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായി, ഒരു വേലിയേറ്റം ഉണ്ടായി. ഓരോ പ്രാവശ്യവും പീരിയഡിക്കായി ഉണ്ടാകുമ്പം ധാരാളം വോളിയം ഓഫ് വാട്ടർ ഈ ബേസിനകത്ത് കിട്ടിയാലേ ഇത് തിരിച്ചൊഴുക്കി ഈ വേലിയേറ്റം ഇല്ലാത്ത സമയത്തും കറണ്ട് ഉണ്ടാക്കണം, അല്ലാതെ ആ ദിവസം മാത്രം ഉണ്ടാക്കിയിട്ട് നമുക്ക് കാര്യമില്ല. അപ്പൊ സ്റ്റോർ ചെയ്യാൻ പറ്റണം. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ്, വളരെ നീളമുള്ള സെന്റൻസ് ആയിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ 2 പോയിന്റുകൾ അങ്ങോട്ട് എഴുതിയാൽ, ഇറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ റേഞ്ച് ഓഫ് ദ ടൈഡ് ആൻഡ് ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ് അപ്പോൺ ദ ക്യൂബേച്ചർ ഓഫ് ദ ടൈഡ് ഫ്ലോ. ഇത് രണ്ടും മാക്സിമം ആകുന്നിടത്ത് വെച്ചിട്ടേ കാര്യമുള്ളൂ. സോ the range and curvature of the tide flow depend upon the energy produced. അതുപോലെ തന്നെ ഈ പോയിന്റിൽ തന്നെ പറയാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഇറ്റ് ഡിപ്പെൻഡ്സ് the width of the estuary mouth. The width of the estuary mouth. 3 പോയിന്റ് വന്നു. ഒന്നാമത്തെ തന്നെ ഈ എസ്റ്റുറി മൗത്ത് എന്ന് പറഞ്ഞാൽ എന്നാ? ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഈ സീയും നമ്മളുടെ എന്നാ പറഞ്ഞ നദിയും കൂടെ ചേരുന്ന ഈ ഇതിനെയാണ് നമ്മൾ എസ്റ്റുറി മൗത്ത് എന്ന് പറയുന്നത്. ആ എസ്റ്റുറി ഒരു വാ പോലെ ഇരിക്കുന്ന വശം ഇതിന്റെ വിഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ? ഇത് ഭയങ്കര വീതിയാ അല്ലെ? ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ അത്രയും വലിയ എന്നാ ഉണ്ടാക്കണം, ഭിത്തി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ബാരിയേജ് ഉണ്ടാക്കണം. ഇതിന്റെ വിഡ്ത്ത് വളരെ കുറവാണെങ്കിൽ ഇവിടുന്ന് കൺസ്ട്രക്ഷൻ തുടങ്ങി, ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം. അപ്പം ദ ഫസ്റ്റ് പോയിന്റ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ range and curvature of the tide. Also, we want to select area with the minimum width of the estuary mouth. Estuary mouth inde ഏരിയയിനെയും ഉണ്ടാകുന്ന ടൈഡിന്റെ റേഞ്ചിനെയും അതിന്റെ ക്യൂബേച്ചറിന്റെ അവിടെ വേണമെങ്കിൽ ഒന്ന് വോളിയം എന്ന് എഴുതിയിട്ടേര്. പക്ഷെ എക്സാമിന് എഴുതുമ്പം ക്യൂബേച്ചറും തന്നെ എഴുതണം. ചില വാക്കുകൾ ഞാൻ അങ്ങനെ തന്നെ എഴുതുന്നുണ്ട്. മേ ബി ഇപ്പം നമ്മുടെ ഇവിടെ സെൽഫ് ഇതാണേലും പോയിന്റുകൾ പറഞ്ഞു തരുന്നത് തെറ്റിക്കാതെ എക്സാം എഴുതും. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് പറയാം. ഇറ്റ് ഡിപ്പെൻസ്, ഇപ്പം ദ മിനിമം ആവറേജ് ടൈഡ് റേഞ്ച് റിക്വയർഡ് ഫോർ എക്കോണമിക്കൽ പവർ പ്രൊഡക്ഷൻ ഈസ് മോർ. അപ്പം നല്ല ഒരു ആവറേജ് ടൈഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. ദാറ്റ് മീൻസ് ആ ഏരിയയിൽ ഏത് സൈഡിലാണോ, ഇൻ ദാറ്റ് സൈറ്റ് വി നീഡ് ഹൈ ഓർ ലാർജ് ആവറേജ് ഓഫ് ടൈഡ് റേഞ്ച്. ഈ ആവറേജ് എന്ന് പറയാൻ കാരണം, ഇപ്പം നമ്മൾ മുമ്പ് 2 കാര്യം പറഞ്ഞു. ഒന്ന് ഫ്ലഡ് വേവും ഉണ്ട്, ഒന്ന് എബ് വേവും ഉണ്ട്. ഇപ്പൊ ഫ്ലഡ് വേവ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ എബ് വേവിലൂടെ ഒരു താഴെ ഒരു ബാരിയർ ഇവിടെ പണിത് കഴിഞ്ഞാൽ ഇതിലെ ആണേലും കയറിപ്പോകാൻ പറ്റണം. എങ്ങനെയാണേലും ആവറേജ് അതിനകത്ത് കിട്ടുന്ന മൊത്തം കിട്ടുന്ന ഈ ബാരിയേജിനകത്ത് അല്ലെ ബേസിനകത്ത് നമുക്ക് കിട്ടുന്ന വാട്ടറിന്റെ അളവിന് കുറവ് വരാൻ പാടില്ല. ഉണ്ടെങ്കിൽ കുറവായി പോയി കഴിഞ്ഞാൽ അത് വളരെ നഷ്ടമാകും. ഇത്രയും ലക്ഷം കോടികൾ മുടക്ക് വരും ഒരു പ്ലാന്റ് സ്ഥാപിക്കണം. അത് കഴിയുമ്പോൾ അതിനകത്തേക്ക് തിരമാല കിട്ടുന്നില്ല, അല്ലെങ്കിൽ വെള്ളം കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തേർഡ് പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്, കൺസ്ട്രക്ഷൻ ഓഫ് ബാരിയേജിന് മിനിമം കോസ്റ്റ്.
minimum cost for the construction of barrage. ബാരിയേജ് ഉണ്ടാക്കുന്നതിന് ചെലവ് കുറവായിരിക്കും. അത് നമ്മൾ പറഞ്ഞ ഈ എസ്റ്റുറി മൗത്തിന് പകരം ഇതിപ്പം ഇങ്ങനെയാ കിടക്കണേ. എനിക്ക് ആലോചിച്ചു എന്തേരം ഭിത്തി പണിതല്ല നമ്മളുടെ എനിക്ക് തോന്നണ നമ്മളിപ്പോ ഒരു ബോർഡെ ഫിഗർ വരയ്ക്കുന്ന പോലെയല്ല, ഒരു നദിയുടെ വീതിക്ക് ഊറുകെ പണിയണം. അടുത്ത് എനിക്ക് ഇവിടെ അറിയാവുന്നത് വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ പോയി കടലിലോട്ട് ചേരുന്ന ആ ആഴിമുഖത്തിന് എനിക്ക് തോന്നുന്നു ഒരു 300-400 മീറ്റർ, അല്ലെ ചിലപ്പം 1/2 കിലോമീറ്റർ മോർ ദാൻ വീതി, അല്ലെ 1 കിലോമീറ്റർ മോർ ദാൻ വീതി വരും. അപ്പം അങ്ങനെ വീതി കുറഞ്ഞ ഏരിയ വരുന്നിടത്ത് ഇത് കെട്ടാൻ ശ്രമിക്കാവുള്ളൂ. അല്ലാതെ വളരെ വാസ്റ്റ് ഏരിയ ആയിട്ട് ബേസിൻ കിടക്കുന്നിടത്ത് ഇത്, അല്ലെ ബേസിൻ പണിയേണ്ട അടുത്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കോസ്റ്റ് ആകും, ഭയങ്കര ഡിഫിക്കൽട്ടി. സോ the minimum cost for the construction of the barrage. Next point, ഇവ നമ്മൾ പറഞ്ഞ പോലെ the site should not create interruption to the shipping traffic. ഇപ്പം കടലിലൂടെ നമ്മളിപ്പം കടലിലൂടെയോ ബോട്ടിങ്ങിലൂടെയോ അങ്ങനെ ബോട്ട് ഇപ്പം ഇവിടെ എന്ന് പറയുമ്പം എന്നാ പറയുന്നത്, ഇപ്പം ആലപ്പുഴയിൽ ചെന്ന് കഴിഞ്ഞാൽ പണ്ടൊരു കടൽപ്പാലം ഉണ്ടായിരുന്നു. അവിടെയാണ് ഏറ്റവും കൂടുതൽ വ്യാവസായികമായി കാര്യങ്ങൾ നടന്നത്. ഷിപ്പ് കടലിൽ വരും, അപ്പം അവിടുന്ന് കടൽ ഭിത്തി അങ്ങ് കടലിനകത്തേക്ക് ഇത് കെട്ടും. അപ്പം ഷിപ്പ് കടലിൽ വന്ന് വലിയ ഷിപ്പ് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേന് ഇവിടുന്ന് ഭിത്തി ഇത് കൊണ്ടുപോയി ഇവിടുന്ന് നേരെ സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കി വെച്ച് ഇവിടുന്ന് നമ്മൾ വണ്ടിയിൽ ഇങ്ങ് കൊണ്ടുവരും. ഇവിടെയാണ് കര, അല്ലെങ്കിൽ നമ്മളുടെ ഇത് ഇവിടം വരെയും വാട്ടറാണ്. ഈ വാട്ടറിനകത്തോടെയാണ് ഈ ഭിത്തി പണിതങ്ങ് പോണത്. അത് തകർന്നു പോയി. ഇപ്പം അത് വീണ്ടും എന്തോ സർക്കാർ പുനർനിർമ്മാണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഞാൻ കണ്ട. ഇവിടം വരെയും കടലാണ്. അപ്പൊ ഇങ്ങനെയുള്ള കപ്പൽ വരുന്ന ഇങ്ങനെയുള്ള സ്ഥലത്ത് അവരുടെ ഗതാഗതത്തെ അഫക്റ്റ് ചെയ്യില്ല. ഇപ്പൊ കപ്പലിന്റെ ആണേലും ബോട്ടിന്റെ ആണേലും എന്തിന്റെ ആണേലും the site should not create any interruption. Should not create any interruption to the shipping travel or shipping traffic. ഷിപ്പിംഗ് ട്രാഫിക് എത്ര എഴുതിയാൽ മതി. വളരെ വാസ്റ്റ് ലാർജ് സെൻസ് ആയിട്ടാണ് നോട്ടിൽ കിടക്കുന്നത്. ഞങ്ങൾ ഷോർട്ട് ചെയ്ത് ഇങ്ങനെ എഴുതിയാൽ മതി. അതൊരിക്കലും ഈ കടലിലൂടെയുള്ള ഗതാഗതത്തിനെ അല്ല ചരക്ക് നീക്കത്തിനെ അതിനെയൊന്നും അഫക്റ്റ് ചെയ്യില്ല. അപ്പൊ നമ്മൾ ഇവിടെ കൊണ്ട് നമ്മളിങ്ങനെ ഇറക്കുന്ന സ്ഥലമായിട്ട് സ്ഥലത്ത് കൊണ്ട് ഇത് പണിത് കഴിഞ്ഞാൽ ചിലപ്പം പിന്നെ അത്ര ആഴ്ചയുള്ളടുത്ത് കടലെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം പോലും നമുക്ക് കിട്ടിയെന്ന് വരില്ല. സോ അത് നമ്മൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ്, the fifth point, slit index of the water of the estuary should be as small as possible to avoid the siltation troubles. Slit index ഒരു വാക്ക് വന്നു. സ്ലിറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോക്കിയേ, ഈ കടലിൽ നിന്ന് ഉപ്പുവെള്ളം അല്ലെങ്കിൽ ജലം ഇങ്ങ് വരും അല്ലെ, അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടും പോകും. എനിക്ക് തോന്നുന്നു നിങ്ങൾ കെമിസ്ട്രിയിൽ ആ വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും, റിവേഴ്സ് ഓസ്മോസിസ്. റിവേഴ്സ് ഓസ്മോസിസ് കേട്ടിട്ടുണ്ടോ? എനിവൺ? അക്ഷര ആർ. റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്നാണോ? കേട്ടിട്ടുണ്ട് സാർ, പക്ഷെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. എനിവൺ കെമിസ്ട്രിക്കാരില്ല ഇതിനകത്ത്? ആരെങ്കിലും ഒന്ന് പറയാമോ റിവേഴ്സ് ഓസ്മോസിസ്? എനിക്ക് തോന്നുന്നു സാന്ദ്രത കൂടിയെടുത്തുനിന്ന് കുറഞ്ഞെടുത്തേക്കാണ് സാധാരണ ഒഴുകുന്നല്ലേ. ഡെൻസിറ്റി കൂടിയെടുത്തുനിന്ന് കുറഞ്ഞെടുത്തോട്ട് സൊല്യൂട്ട് മൂവ് ചെയ്യും. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒഴുകുന്നതിനെയാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞത്. am I right? ശരിയായിരിക്കും, ഞാനങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പം
ഇപ്പൊ കടലിൽ നിന്ന് ഇങ്ങോട്ട് ഒഴുകുന്നതിന് പകരം സംടൈംസ് അല്ലെങ്കിൽ ഇവിടുന്ന് ഫ്ലഡ് വരും എന്തെങ്കിലും ചെയ്ത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഒഴുക്ക് അത് എത്രമാത്രം റേഷ്യോനെയാണ് നമ്മൾ സ്ലിറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ദ മെഷർ ഓഫ് കപ്പാസിറ്റി ഓഫ് വാട്ടർ അണ്ടർഗോ റിവേഴ്സ് ഓസ്മോസിസ്. മെഷർ ഓഫ് capacity of water undergo reverse osmosis. അതിനെ നമ്മൾ സ്ലിറ്റ് ഇൻഡെക്സ് എന്ന് പറയും. അത് പരമാവധി കുറവായിരിക്കണം. അത് പരമാവധി കുറവല്ലെങ്കിൽ എന്നാ പറ്റും? ഇവിടുന്ന് വെള്ളം അങ്ങോട്ട് പോയാൽ എന്നാ പറ്റും? എന്തെങ്കിലും ഒരു പോയിന്റ് പറയാം. അമൽ ചന്ദ്രൻ, കായലിൽ നിന്ന് വെള്ളം കടലിലേക്ക് പോയാൽ എന്നാ പറ്റും? അമൃത ടി, കായലിൽ നിന്ന് തിരിച്ചൊഴിയാൽ എന്നാ പറ്റും? എന്തെങ്കിലും പോയിന്റ് അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്ന് റെസ്പോണ്ട് ചെയ്യും. കായലിൽ നിന്ന് അങ്ങോട്ട് പോയാൽ എന്തെങ്കിലും ദോഷമുണ്ടോ? പൂജ, എനിക്ക് തോന്നുന്നു കുറെ പ്രശ്നങ്ങളുണ്ട്. ഷമീമ, ആർക്കെങ്കിലും ഒരു പോയിന്റ് പറയാൻ പറ്റുമോ? കായലിലെ വെള്ളം കടലിലേക്ക് റിവേഴ്സ് ഓസ്മോസിൽ വളരെ സ്പീഡിൽ പോയാൽ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇറിഗേഷൻ. ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ മണ്ണൊലിപ്പ് അല്ലേ? ഇവിടുന്ന് എല്ലാവരും ഒഴുകി എന്നാ പറ്റും? അങ്ങോട്ട് പോകും. സമുദ്രം അല്ലെ നദി, കടൽ കയറി വരുന്നു എന്നൊക്കെ നമ്മള് നാളെ വണ്ടാനോ എവിടെയോ ഒരു സ്ഥലത്ത് കടൽ അങ്ങനെ കരയിലേക്ക് കയറി വരുന്നതായിട്ട് വീഡിയോ ഒക്കെ നാളെ കണ്ടായിരുന്നു. സ്ഥലം ഓർക്കുന്നില്ല. അപ്പൊ ഈ ഇങ്ങനെ സ്ലിറ്റ് ഇൻഡെക്സ് പരമാവധി അല്ലെ റിവേഴ്സ് ഓസ്മോസിസ് കുറവായിരിക്കും. അല്ലെങ്കിൽ ഈ നമ്മൾ ഈ കെട്ടിയിട്ടിരിക്കുന്ന ബേസിനിലോട്ട് ഈ കരയിലുള്ള മണ്ണൊലിപ്പ് ഉണ്ടാക്കി മരങ്ങളും സാധനങ്ങളും കല്ലുകളും എല്ലാം ഒടിഞ്ഞങ്ങ് പോയി അതിനകത്ത് കിടക്കും. സോ ഡ്യൂ ടു ഇറിഗേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇത് അങ്ങോട്ട് ഒഴുകുന്ന പരമായിട്ട് എന്നാ പറയണേ, അവിടെ നാവിഗേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാവാം. അതുപോലെ തന്നെ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവാം. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കാം. സോ സ്ലിറ്റ് ഇൻഡെക്സ് വളരെ കുറവായിരിക്കണം, അല്ലെങ്കിൽ റിവേഴ്സ് ഓസ്മോസിസ്. ഈ വാട്ടർ എഴുതണം കേട്ടോ. സ്ലിറ്റ് ഇൻഡെക്സ് ഓഫ് ദ വാട്ടർ ഓഫ് ദ എസ്റ്റുറി. എസ്റ്റുറി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ മൗത്തിന്റെ അവിടെ ഉണ്ടാകുന്ന സ്ലിറ്റ് ഇൻഡെക്സ് അതെന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. സോ നെക്സ്റ്റ് 6 പോയിന്റ് എഴുതാൻ സാധിക്കില്ല അല്ലേ? ഇടയ്ക്ക് എഴുതാം. 6 point. The freshwater prism that falls into the reservoir of the tidal plants eat away the voluble storage, create the storing of tidal prism. അതായത് ഇപ്പം നമ്മൾ ഈ ബേസിൻ സ്ഥാപിക്കുക എന്ന് പറയും. ഈ ബേസിൻ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ റിസർവോയർ അല്ലെ ബേസിനകത്തോട്ട് നമ്മൾ ഇതുണ്ടാകുമ്പം വെള്ളം കയറ്റിയിടും. അതായത് അവിടെ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, മാക്സിമം സ്റ്റോറേജ് നമുക്ക് കിട്ടിയാൽ മതി അല്ലേ? അപ്പം വാല്യുവബിൾ സ്റ്റോറേജ് ഓർ ലാർജ് സ്റ്റോറേജ് ചെയ്യാൻ പറ്റും. ലാർജ് സ്റ്റോറേജ് ഇൻ ബേസിൻ. നമ്മൾ പറഞ്ഞ പോലെ എന്നും വേലിയേറ്റം അല്ലെ വേലിയിറക്കം അല്ലെങ്കിൽ വലിയ തിരമാല ഉണ്ടാവണമെന്നില്ല. ഉള്ളപ്പം നമുക്ക് നല്ലൊരു ഹൈറ്റ് ഓഫ് ലെവൽ വരെ വാട്ടർ കെട്ടിയെടുത്തിട്ട് വേണം ഹലോ കേൾക്കാവോ? ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം സാർ. എൻ്റെ വൈഫൈയുടെ ഇത് പോയതാണോ അതോ ബ്രേക്ക് ഔട്ട് റൂമിൽ നിന്ന് ആരോ സൈൻ ഔട്ട് ചെയ്തതാന്ന് തോന്നണം. ജസ്റ്റ് ബ്രേക്ക് ആയി. അപ്പം മാക്സിമം വാട്ടർ സ്റ്റോറേജ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ 6 പോയിന്റ് ആയിട്ട്. അപ്പം ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ്, ഒരു 3 മാർക്കിന് ഈ സാധനം ചോദിച്ചാൽ നമുക്കൊരു 6 പോയിന്റ് എഴുതാം അല്ലേ? 6 എണ്ണം. ഓരോന്ന് പറയാമോ ഓരോരുത്തർ? ആരെങ്കിലും ഒക്കെ ഓരോ പോയിന്റ് പറഞ്ഞേ.
ഒരാൾ പറയാവോ? എഴുതിയോ? അശ്വതി പുഷ്പരാജൻ എഴുതിയ പോയിന്റുകളെല്ലാം? സാർ ലാസ്റ്റ് പോയിന്റ് കേട്ടില്ലല്ലോ. ലാസ്റ്റ് പോയിന്റ് കട്ടായി പോയിക്കോളെ. അതായത് നമ്മളിപ്പോ പറഞ്ഞ ഈ ബേസിനില് നമുക്ക് സ്റ്റോറേജ് ഈറ്റ്സ് അതെല്ലാം ആ പോയിന്റ് പറയാൻ വേണ്ടി വാല്യൂബിൾ സ്റ്റോറേജ് ഈസ് പോസിബിൾ ആയി. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞ പോലെ വാല്യൂബിൾ സ്റ്റോറേജ് ഇല്ലെങ്കിൽ നമുക്ക് പറയാമല്ലോ, എന്നും ഇത് ഉണ്ടാകണമെന്നില്ലല്ലോ. വേലിയേറ്റവും വേലിയർക്ക് നമ്മൾ പറഞ്ഞില്ലേ, ഈ അമാവാസി പൗർണമി അങ്ങനെയുള്ള ദിവസം അങ്ങനെയുള്ള സമയത്താണ് വേലിയേറ്റം കൂടുതൽ ഉണ്ടാകുന്നത്. പിന്നെ പല കാലാവസ്ഥയിൽ വ്യതിയാനങ്ങൾ, ചിലപ്പോൾ ന്യൂനമർദ്ദം ഉണ്ട് അങ്ങനെയൊക്കെ. അപ്പൊ അല്ലാത്ത സമയത്ത് നമുക്കിത് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഒരു ലാർജ് കപ്പാസിറ്റിയിൽ ഇതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈ ലാർജ് കപ്പാസിറ്റി ഓഫ് വാട്ടർ സ്റ്റോറേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റൂ. സോ ലാർജ് വോളിയം ഓഫ് വാട്ടർ നീഡ് ടു സ്റ്റോറേജ് ഇൻ ദ ബേസിൻ. അത്രയും വലിയ ബേസിൻ അല്ലെങ്കിൽ അത്രയും വോളിയം ഓഫ് വാട്ടർ സ്റ്റോർ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അത്രയും ബേസിൻ കപ്പാസിറ്റി വേണം. അത് മതി ലാസ്റ്റ് പോയിന്റ്. ഓരോ പോയിന്റ് പറയാവോ അശ്വതി? പറയാം സർ. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ റേഞ്ച് ആൻഡ് curvature ഓഫ് ദ ടൈഡ്. വെരി ഗുഡ്, ആ കറക്റ്റ് പോയിന്റ്. ആ രണ്ട് വാക്ക് തന്നെ, റേഞ്ച്, ക്യൂബേച്ചർ. റേഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര നീളത്തിൽ പോകും, ക്യൂബേച്ചർ എന്ന് പറഞ്ഞാൽ എന്നായിരുന്നു? ക്യൂബേച്ചർ വോളിയം. വോളിയം. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ദ വിഡ്ത്ത് ഓഫ് ദ എസ്റ്റുറി മൗത്ത്. എസ്റ്ററി മൗത്ത് നമ്മൾ രണ്ടാമത്തെ പോയിന്റ് അല്ലല്ലോ പറഞ്ഞു, അതും അതിനകത്ത് തന്നെയല്ലേ പറഞ്ഞേ? ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ് ദ വിഡ്ത്ത് ഓഫ് ദ എസ്റ്റുറി മൗത്ത്. അതൊരു പോയിന്റ് ആയിട്ട് പറഞ്ഞു. അതെല്ലാം ഒരു പോയിന്റ് പറഞ്ഞു കേട്ടോ. അതായത് റേഞ്ചും നമ്മളങ്ങനെ വരച്ചില്ലേ, എസ്റ്ററി മൗത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നദിയാ, അപ്പം ഇത് എത്ര നീളത്തിൽ പോകും, എത്ര ഉയരത്തിൽ കിട്ടും, അതും പിന്നെ ഈ എസ്റ്ററി മൗത്തിന്റെ ഈ ഇതിനെ അത് ഡിപ്പെൻഡ് ചെയ്യും. അത് ഒറ്റ പോയിന്റ് കേട്ടോ. 3 points. The power produced by a tower plant depend on the range of the tide, curvature or volume of the tide flow, and it also depends the width of the estuary mouth. Second point. We need find average of tide range. Very good. High average, a large average for more energy production. Sentence ഒന്ന് കംപ്ലീറ്റ് ആക്കി. Average tide energy is required for more energy production. ഇനി ഞാനൊരു PDF അയച്ചു തരാമെന്ന് പറഞ്ഞു അല്ലേ, അത് അയച്ചു തരുമ്പോൾ നിങ്ങളത് വായിച്ച് ആ ഹെഡിങ് വരുമ്പോൾ നിങ്ങൾ ഈ തന്നിരിക്കുന്ന പോയിന്റ് മാത്രം പഠിച്ചു. നിങ്ങൾ വായിച്ച് കോംപ്ലിക്കേഷൻ ആക്കാൻ ആ വലിയ സെന്റൻസുകൾ പഠിക്കാനും ശ്രമിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇറ്റ്സ് ഓപ്പൺ കോഴ്സ്. ഓക്കെ, എല്ലാ പോയിന്റുകളും വളരെ ചെറുതാക്കി കൃത്യമായ അർത്ഥത്തോടു കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. തേർഡ് പോയിന്റ്, third point, minimum cost for the construction of barriers. പെർഫെക്റ്റ്. ബാരിയേജ് ഉണ്ടാകുമ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ ഈ മൗത്തിന്റെ വീതി വളരെ കൂടുതലാണ്, ഒത്തിരി ചിലവാകും അല്ലേ, റിവറിന് ഇടയിൽ കിട്ടുന്നത്. അപ്പൊ ബാരിയേജിന്റെ നിർമ്മിതിക്ക് കുറച്ച് കോസ്റ്റേ ആകാവുള്ളൂ. ഫോർത്ത് പോയിന്റ്, should not create any interruption to one shipping ട്രാഫിക് ട്രബിൾസ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ നാവിഗേഷനോ മീൻപിടുത്തത്തിനോ മത്സ്യബന്ധത്തിനോ ഒന്നിനെ ബാധിക്കരുത്. It should not affect or make any interruption. Should not make any interruption to the shipping traffic or running or something like that. Next, slit index. എഴുതിയിട്ടുള്ളോ? സ്ലിറ്റ് ഇൻഡെക്സ് will be small ആയിരിക്കണം. സോ എഴുതിക്കൂ, the slit index of the water of the estuary mouth will be small. സ്ലിറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്നാണ് ഞാൻ പറഞ്ഞത്? ഒരു പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി, അത് നോട്ടിലൊന്നുമില്ല. ദാറ്റ് മീൻസ് അവോയ്ഡ് റിവേഴ്സ് ഓസ്മോസിസ്. റിവേഴ്സ് ഓസ്മോസിസ് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ ചിലയിടത്തേക്ക് ഈ വരുന്ന നദിയുടെ ലെവലും
അല്ല ആ ലെവലും ഇതൊക്കെ വ്യത്യാസമുണ്ട്. ഒത്തിരി ഫ്ലോ അങ്ങോട്ടായി. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ഒരുപാട് പഠനം നടത്തിയിട്ട് വേണം ഇത് ചെയ്യാൻ. അല്ലെ നമ്മൾ അവസാനം ഇത് കൺസ്ട്രക്ട് ചെയ്ത് കോടികൾ മുടക്കി കഴിയുമ്പം ഉൽപ്പാദിപ്പിക്കാൻ പറ്റാതിരിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങോട്ടുള്ള ഒഴുക്ക് അല്ലെ റിവേഴ്സ് ഓസ്മോസിസ് സാധാരണ അവിടുന്ന് ഇങ്ങോട്ട് കയറി വന്നോളും. നമ്മൾ ഇവിടെ കിടക്കുന്ന കായലിൽ ഇപ്പോൾ വല്ല ഡെൻസിറ്റി കുറവായ പാർട്ടിക്കിൾ കുറവായതുകൊണ്ട് കടലിൽ നിന്ന് വെള്ളം വന്നോളും, അല്ലെങ്കിൽ അടിച്ച് കയറിക്കോളും. പക്ഷെ മറ്റൊരു രീതിയിൽ അങ്ങോട്ടാകില്ല. എപ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലത്ത് ഇത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വെള്ളം കടലിലോട്ട് വരും. അല്ലെങ്കിൽ അവിടെ ഇടിച്ചിങ്ങനെ കലങ്ങി മറിഞ്ഞ് മണ്ണും ഇതെല്ലാം ഒഴുകി അവിടെ കിടന്ന് മുഴുവൻ നശിക്കും. ഈ ടർബൈൻ്റെ ഇടയ്ക്കെല്ലാം പോയി ഇത് കുടുങ്ങും. ഒരു മരം കയറി കുടുങ്ങിയെന്ന് ആലോചിക്കും. ഒരു വെള്ളപ്പൊക്കത്ത് ചെന്ന ഒരു മരം ചെന്ന് ടർബൈൻ്റെ ഓപ്പണിങ്ങിനകത്ത് കയറി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ടർബൈനകത്ത് കയറി കഴിഞ്ഞാൽ മൊത്തം പോയി. So slit index of the water of the estuary should be very small and avoid some troubles or നമ്മൾ പറഞ്ഞ പോലെ ഇറിഗേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ നോക്കണം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ്, need large volume of water. that means storage large water in tidal prism എന്ന് വേണം ഒരു വാക്ക് കൊടുത്തത് കേട്ടോ. ഇൻ ടൈഡൽ പ്രിസം, അതാണ് നമ്മളല്ല ഇൻ ബേസിൻ എന്ന് കൊടുത്തത്. ഈ ടൈഡൽ പ്രിസം എന്ന് പറഞ്ഞാൽ ഈ ലെവൽ ഓഫ് ടൈഡ് എന്നൊക്കെയാണ് പറയുന്നത്. വളരെയധികം സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതില്ലാത്ത സമയത്തും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാം. കാണാൻ പറ്റുന്നില്ലേ? ഞാൻ ഇന്നലെ അയച്ച ഫിഗർ, ഈ ഫിഗർ കാണാൻ പറ്റുന്നില്ലേ? സ്ക്രീനല്ലേ കാണുന്നേ? റൈറ്റ്? കാണുന്നില്ല സാർ. അയ്യോ, എന്നാ കാണുന്നത്? Tidal power. Tidal power is also called tidal energy. It is a form of renewable energy. It is due to the tidal action in the oceans is converted to electric power. ഞാൻ എടുത്ത് അതിന്റെ ഫിഗർ കാണിക്കാൻ. കണ്ടോ, ഇത് ഞാൻ ഇന്നലെ അയച്ചു തന്നിരുന്നു അല്ലേ? നിങ്ങൾക്ക് സാധ്യമെങ്കിൽ ഇതിന്റെ എസ് ചോദിച്ചാൽ വേണം ഇങ്ങനെ ഒരെണ്ണം വരച്ചു. അപ്പൊ ഇത് നോക്കി, ഇതെന്നാ കടലല്ലേ, ഓഷ്യൻ. ഈ ഓഷ്യനിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇവിടുന്ന് ഇങ്ങനെ തിരമാല ഉണ്ടായി ഇപ്പറേ വരണം, ഇത്രയും വലിയ ടൈഡുകൾ ഉണ്ടായി ഇപ്പറേ സ്റ്റോർ ചെയ്യാൻ പറ്റണം. അതിനെ നമ്മൾ ടൈഡൽ ബേസിൻ എന്ന് വിളിക്കും. ഓക്കെ, ടൈഡൽ ബേസിൻ എന്ന് വിളിക്കും. അതിനകത്ത് സ്റ്റോർ ചെയ്യും. ഇത് കണ്ടോ, ലെവൽ ഓഫ് ദ ലോ ടൈഡ്. ലോ ടൈഡിന് നമ്മൾ പറയുന്ന പേരെന്നായിരുന്നു? ലോ ടൈഡിനെ നമ്മൾ എപ് ടൈഡ് എന്ന് വിളിക്കും. ഹൈ ടൈഡിനെ നമ്മൾ എന്നാന്ന് വിളിക്കും? ഫ്ലഡ് ടൈഡ് എന്ന് വിളിക്കും. അപ്പം ഇത്രയും വലിയ ടൈഡ് ഉണ്ടായാൽ ഇപ്പോഴേ വെള്ളം വരും. അങ്ങനെ വന്ന വെള്ളം ഇവിടെ സ്റ്റോറേജ് ചെയ്യും, ഒരു ബാരിയേജ് ഉണ്ടായിരിക്കും. ഇതുകൊണ്ട് ഇത് രണ്ടും ഉയർത്താൻ പറ്റുന്ന സ്ലൂയിസ് ഗേറ്റുകളാണ്. ഇനി നോക്കി, ഇവിടെ ടർബൈൻ ഇരിക്കുകയാണെങ്കിൽ ഇത് പൊക്കിയേച്ച് ഇതും ഉയർത്തി കഴിഞ്ഞാൽ എന്നാ പറ്റിക്കോളും? ഇവിടെ നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് ഒഴുകും. കണ്ടോ സെക്കൻഡ് ഫിഗറിൽ? ഇതാണ് എസ്റ്ററി. നമ്മൾ പറഞ്ഞ മൗത്തിന്റെ അവിടെ എസ്റ്ററി ഫ്ലോർ. അവിടെ നല്ല കട്ടിയുള്ള തറ ഉണ്ടാക്കിയാറ്, അല്ലെ ഇതെല്ലാം കൂടെ വെള്ളം അടിച്ച് കളയും. അതിൻ്റെ ഒരു ഷേപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ? കടലിലോട്ട് ഇങ്ങനെ ചെരിച്ചിറക്കിയിടും. അപ്പൊ ഈ എസ്റ്ററി ഫ്ലോർ ഇതിനകത്ത് ടർബൈൻ കറങ്ങും, ഈ വെള്ളം തിരിച്ചിറങ്ങും. കണ്ടോ, അപ്പൊ ഒത്തിരി വെള്ളം ഉണ്ടെങ്കിലേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം ടർബൈൻ കറങ്ങുന്നു. അതുമായിട്ട് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ജനറേറ്റർ സ്ഥാപിക്കാം. ആ ജനറേറ്റർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ഇത് കണ്ടോ നിങ്ങൾ? എന്നെ ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി, കാണാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പൊ കാണാവോ? സ്ക്രീൻ കാണാലോ? ഇതാണ് ഇവിടുത്തെ ഓഷ്യൻ. കണ്ടോ, തിരമാലകളൊക്കെ കയറുന്ന ഓഷ്യൻ. ഇവിടെ ഉണ്ടോ? വളരെ വീതി കുറഞ്ഞൊരു സ്ഥലം കിട്ടി. വളരെ ഗ്രാമങ്ങളും നദികളും എല്ലാം നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം. അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇതുപോലെ ഒരു ഇത് സ്ഥാപിച്ചു. ഇതിനടിയിലുണ്ട് ബാക്കി സാധനങ്ങൾ മുഴുവൻ. അപ്പം നോക്കി, ഇതിങ്ങനെ ഈ ഒരു ലെവൽ ഏകദേശം ഒരുമിച്ച്. അപ്പം നല്ലൊരു വേലിയേറ്റം ഉണ്ടായാൽ തന്നെ ഇവിടുന്ന് വെള്ളം അങ്ങോട്ട് കയറി എപ്പോഴും കിടന്നോളും. പിന്നെ ഇവിടുത്തെ വെള്ളം വരുന്നതും അവിടെ കിടന്നോളും. അപ്പൊ ഇവിടെ എപ്പോഴാണോ നമുക്ക് ഇത് ആവശ്യം, അപ്പൊ ഇങ്ങോട്ട് തുറന്നു വിടുക.
എന്നിട്ട് ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു കവാടം കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഈ ബോട്ടുകൾ കണ്ടോ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് കണ്ടോ? ഈ വരുന്ന ഇതിന് പോകാനുള്ള ഇട ഇട്ടിട്ടാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അവിടെ നമുക്കൊരു വിൻഡോ ഇങ്ങനെ ഓപ്പൺ ചെയ്യാവുന്ന പോലെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഉയർത്തി കഴിയുമ്പം കപ്പലിന് പോകാൻ പറ്റും, അല്ലാത്തപ്പം പോകാതെ തടയാനൊക്കെ പറ്റും. അങ്ങനെ ഓപ്പണിംഗ് ആയിട്ടുള്ള കപ്പൽ പോകുന്ന പാലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇപ്പം ലോകത്ത്. അതൊക്കെ മേക്ക് ചെയ്യാൻ തുടങ്ങി. ബ്രിഡ്ജ് ഉണ്ടാകും, അതിന്റെ മുകളിലൂടെ ഗതാഗതം പോസിബിൾ ആണ്, നമുക്ക് അപ്പുറത്തോട്ട് പോകാം. അത് കഴിഞ്ഞ് ഒരു ഷിപ്പ് വരുമ്പോഴത്തേന് ഈ ബ്രിഡ്ജിങ് മടങ്ങും, അപ്പൊ ആ ഷിപ്പ് അങ്ങ് കടന്നു പോകും. അപ്പൊ ഇതാണ് നമ്മൾ പഠിപ്പിച്ച ഒരു ടൈഡൽ എനർജി. കാര്യം പറയുമ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോഴൊക്കെ ചെറുതാണെന്ന് നോക്കി. ഇത് പറയണമെങ്കിൽ 100 കോടി സംതിങ് ഇത്രയൊക്കെ ഉള്ള ചെലവ് വരുന്ന ഒരു വലിയ പവർ സ്റ്റേഷനാണ്. റിന്യൂവബിൾ എനർജിയാണ്. വാട്ടർ എപ്പോഴും അവിടെയുണ്ട്. എപ്പോഴും കാലാവസ്ഥ അനുസരിച്ച് ടൈഡ് ഉണ്ടാകുന്നതനുസരിച്ച് നമുക്കവിടെ ഈ എനർജി ഉണ്ടാക്കിയെടുക്കാം.